രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുല്ലാടെ കുടുംബ വീടിനോട് ചേർന്ന് ഒരു പുതിയ വീട് നിർമ്മിക്കുക എന്നുള്ളത്. ആ വീടിന്റെ നിർമ്മാണം ഏകദേശം 80% പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ആ വീടിന്റെ കരാറുകാരൻ അനിയൻ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ സംസാരിച്ചിരുന്നു. വീട് നിർമ്മാണത്തെ പറ്റിയൊക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? വീട്ടിൽ അവിടെ ആയിരിക്കും എല്ലാ സമയം ഫോൺ വിളിച്ച് സംസാരിക്കുമായിരുന്നു. പിന്നെ ശനിയാഴ്ച വൈകിട്ട് ഇവിടെ 5 മണിയായപ്പോൾ വന്നു. അന്നേരം വിളിച്ചിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല ഇവിടെ വന്നെന്നുള്ളത്. അതിനുശേഷം വീണ്ടും വിളിച്ച് ശനിയാഴ്ച ആയിട്ട് തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അത്യാവശ്യമായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത് എന്നോട് ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ശനിയാഴ്ച 11 മണിയായി. അത് കഴിഞ്ഞ് പിന്നെ എന്നാൽ ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ഇവിടെ വരികയും ചെയ്തു. വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ഒപ്പ് 2 പേർക്ക് വന്നതാണ്. അതുകൊണ്ട് ഈ മാസം തന്നെ വീടിൻ്റെ ഒരു മുറിയും ടോയ്ലറ്റും കിച്ചണും പണി പൂർത്തീകരിച്ച് കുഞ്ഞുങ്ങളെ അമ്മ ഇതിലാക്കണം. ഇവിടെ ആക്കിയിട്ട് വേണം എനിക്ക് ഈ മാസം തന്നെ ചെയ്യണം. അത് 28-ാം തീയതി തീർക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ തീർക്കാമെന്ന് പറയുകയും ചെയ്തു. വീടിന്റെ നിർമ്മാണം എന്നാണ് ആരംഭിച്ചത്? ഫെബ്രുവരി മാസം ആരംഭിച്ചു. ഫെബ്രുവരി മാസം ആരംഭിച്ചിട്ട് അത് ഒരു 4-5 മാസം കൊണ്ട് തീർക്കാമെന്നായിരുന്നു. മഴയുടെ മറ്റു ബുദ്ധിമുട്ട് ഈ ദിവസങ്ങളിലുള്ള കുറച്ച് പണി നിർത്തിവെക്കേണ്ടതായിട്ട് വന്നത്. ഇപ്പോൾ എന്ത് നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പം അതിന് പെയിന്റിങ്ങിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡോറും ജനലൊക്കെ വെക്കാനായിട്ട് അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു. ടൈൽസിന്റെ പണി പെയിന്റിങ് കഴിഞ്ഞ് പുട്ടിയിട്ടിൽ കഴിഞ്ഞാണ് അതിന്റെ ബാക്കി പണികൾ പൂർത്തീകരിക്കാനാണ് പറ്റുമായിരുന്നു. 28-ാം തീയതിക്ക് ഇതിന്റെ പണികൾ ഈ പറഞ്ഞത്രയും പണികൾ പൂർത്തീകരിച്ച് തീയെത്തിക്കാനായിരുന്നു. ഈ മാസം 28-ാം തീയതി 28-ന് കുറച്ച് മുറികളുടെയെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കി കയറി താമസം നടത്തുക, അങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഇപ്പം രഞ്ജിത ഇല്ലാത്തതുകൊണ്ട് അമ്മയും കുഞ്ഞുങ്ങളും ഇവിടെ താമസിക്കുക. അതിനുവേണ്ടി പ്രത്യേകിച്ച് ചടങ്ങ് പോലെ തീയത്തിൽ മാത്രം നടത്തിയിട്ട് പിന്നെ ഫംഗ്ഷൻ ഇനി രഞ്ജിത വരുന്ന സമയത്ത് ചിങ്ങമാസം നടത്താനായിട്ടൊക്കെ നമ്മളെ സംബന്ധിച്ചും വലിയൊരു വേദനയായി മാറി അല്ലേ? നമുക്ക് സാധാരണ എല്ലാവരെക്കാൾ കൂടുതലായിട്ട് ദൂരെ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന വേണം അതിന് ചെയ്യാമെന്ന് പറയുകയും അത് അനുസരിച്ച് ഞാൻ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് എന്നോട് വളരെ താല്പര്യമാണ്. എനിക്കും വളരെ താല്പര്യത്തോടു കൂടി മാത്രമേ ആളിനെ കാണാൻ പറ്റുള്ളൂ. അത്ര നല്ല മനസ്സും നല്ല ഇടപെടലുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതാണ് ഈ കരാറുകാരൻ അനിയന് പറയാനുള്ളത്. വീട് നിർമ്മാണം അത്രയും വേഗം പൂർത്തിയാക്കണം എന്നൊരു ആഗ്രഹം തന്നെയായിരുന്നു രഞ്ജിതയ്ക്കുണ്ടായിരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.